പൂത്തിന്റെ മുന്നിൽ നിന്ന് കണ്ട് എന്തൊക്കെയോ ഒരു ഒച്ചപ്പാടുണ്ടാക്കി. പിന്നെ ആ പൂത്തിന്നെ കുത്താനാട്ടെ ഇന്നോട് ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് 25 കൊല്ലം ജനിച്ചിട്ട് അന്ന് ആദ്യമായിട്ട് ഗതിയുടെ പാമ്പല്ല കൊത്തൂലേ. പറഞ്ഞോ അങ്ങനത്തെ വണ്ടി പല്ലി കൊണ്ടുവന്നിട്ട് സമന ഒരു പോക്കരാക്ക. ഈ പണ്ടാറങ്ങൾ തറവാട് പേരെ ഒരു വെച്ചങ്ങാണ്ട് വീതം കൊടുത്തു പോയിക്കണ്. പിന്നീറ്റ് വരികയാണല്ലോ എന്നൊരു മൈൻഡ് ഉണ്ട് എനിക്ക്. ഈ പേരെ സ്വന്തമായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. കൊറേ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊന്നും എടുത്തുകൂടെ. അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്ങനെ തറവാട്ടിക്ക് നിൽക്കണ. തറവാട്ടിക്ക് വന്നപ്പോ ഇത് തറവാടല്ലേ ഇതെന്താ പറയണ്ടേ? ആയിക്കോട്ടെ, നിങ്ങൾ എവിടെ ഉണ്ട് അത് നമ്മളെ തറവാട് വരെയാണ്. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ് അല്ലേ പയ്യേ? അല്ലേ? അങ്ങനെയല്ലേ? ആ, എല്ലാരും ഇവിടെ ഉണ്ട്. തറവാട് വരെയാണ്. അത് തറവാട് പറഞ്ഞ അങ്ങനെ വരുള്ളേ. ഇനി തറവാടല്ല, നിങ്ങള് പേരെ കയറ്റി ഒറ്റക്ക് നിന്നോളി. അതും ഞങ്ങള് തറവാടെന്നേ പറയുള്ളൂ. അത് പറ്റൂലേ? പറ്റും. എന്റെ കണ്ടോട്ട കുട്ടിക്കാക്കി മോണ്ടാ ഇത് സ്വന്തമായി പേരെയൊക്കെ വലിയ 2 നിലയൊക്കെ കയറ്റി. പക്ഷെ ഞങ്ങളെങ്ങനെ പറയുള്ളൂ തറവാടെന്ന് പറയുള്ളൂ. കുഴപ്പമുണ്ടോ? അത് മോണ്ടന് ഇവിടെ TV ഒക്കെ ഫിറ്റ് കഴിഞ്ഞി. ഇതിന്റെ സ്റ്റാൻഡ് വല്ല അവിടുന്ന് കൊണ്ടുവരാൻ മറന്നിക്കണേ. ഇവിടെ വെച്ചതൊന്നും ഓർക്ക് ഓർമ്മയില്ല. എന്നിട്ട് ഇപ്പൊ മോണ്ടന് ഇവിടെ ആണിയൊക്കെ തറച്ച് പട്ടികയും പലകയൊക്കെ വെച്ച് ജനൽമ തറച്ച് വെച്ചിക്കാണ് ഒരു വിധത്തില്. നല്ല ഐഡിയ ഉണ്ട് എനിക്ക്. സെറ്റ് ആയിക്കണ്. ഇത് ഓണാവൂല ഇനി? ആ കറണ്ട് ഇന്ന് ഫുള്ള് ഇതാണ്, കട്ടാണ്. മമ്മാക്ക് ഫോണൊന്നും കാണാൻ വയ്ക്കൂലല്ലോ. അപ്പൊ ഇടയ്ക്ക് ഒരു എപ്പോഴേലും TV കാണാം. എന്തായാലും ഇവിടെ വീഡിയോ എടുക്കാണ് പുറത്ത്. എന്താ പണി? ഞങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളെന്താ പറഞ്ഞേ? എന്താ സംഭവം അറിയോ? ഓല് സ്വന്തമായി പേര വെച്ച് പോയി. ഞാൻ പറഞ്ഞു ഇത് നമ്മളെ തറവാട്ടിൽ പറഞ്ഞപ്പേ അവൻ പറഞ്ഞു ഇത് തറവാട് പേരല്ല, ഇത് വാടപ്പേരല്ലേന്ന്. അപ്പൊ ഞാൻ പറയാനോടേ നിങ്ങളവിടെ ഉണ്ട്, അത് നമ്മളെ തറവാടാണ്. പറ്റൂല. അത് പറയുമ്പോ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു. അങ്ങനെയൊന്നല്ല. ഈ പണ്ടാറങ്ങൾ തറവാട് പേരെ ഒരു വെച്ചങ്ങാണ്ട് വീതം കൊടുത്തു പോയിക്കണ്. പിന്നീറ്റ് വരികയാണല്ലോ എന്നൊരു മൈൻഡ് ഉണ്ട് എനിക്ക്. ഞങ്ങള് തറവാട് എന്ന് പറയുള്ളൂടാ. ആട്ടി കൂട്ടണോ? നിങ്ങൾ ആട്ടി കൂട്ടണോടത്തോളം കാലം തറവാട് എന്നേ പറയുള്ളൂ. ഇന്ന് മോണ്ടനിട്ട് ഫ്രൈ ആക്കണ ദിവസമാണ്. അപ്പൊ തായാണെങ്കി ഇമ്മമാനായിട്ട് ചെറിയ വീഡിയോ കാര്യം എടുത്തുകൊണ്ട് നടക്കട്ടെ. നല്ല സൗകര്യമില്ല പെരേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കണ അന്ന് തൊട്ടേ പറയൽ തുടങ്ങിക്കണം ഈ പെര ഉൽക്ക്. കുറേ ആൾക്കാർ കമന്റിൽ പറയുന്നുണ്ട് ഈ പെര ഉൽക്ക് എടുത്തൂടെന്ന്. പക്ഷെ ഇതിന് അത്യാവശ്യം റേറ്റും കാര്യമൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത് താങ്ങാൻ പറ്റിയൊരു നിലയിലല്ല റേറ്റിനെ സംബന്ധിച്ചിട്ടോ. മാമ നിങ്ങക്ക് ഈ പെരനെ പറ്റി എന്താ പറയാല്ലേ? 2 വാക്ക്. ഈ പേര സ്വന്തമായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. കൊറേ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊന്നും എടുത്തുകൂടെ. അത്രക്ക് നല്ല വൃത്തി പൈസ അല്ല. പക്ഷെ റേറ്റില്ലേ സാഹചര്യങ്ങൾ അങ്ങോട്ട് എടുത്തുക്കണല്ലേ? ആ അപ്പൊ ഇനി ഏത് നിമിഷം ഇതിന്ന് വെച്ചേണ്ടി നമ്മള് എന്താ കുറ്റം പറയണേ? നല്ല പേര്. 40 സെന്റ് സ്ഥലം പേര്. അത് ഫുള്ളും 40 സെന്റ് സ്ഥലവും ഈ പേരും ഒപ്പം കൊടുക്കുള്ളൂ. കുറച്ച് കൊടുക്കൂല. ഇതില് കുട്ടി എന്താ കൊടുക്കണത്? ഈ പേരന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഈ മുൻഭാഗം അല്ല ഈ പേരന്റെ ബേക്കിൽ മൊത്തം സ്ഥലം ഉണ്ട്. 3 ഏക്കർ മൊത്തം ഒറ്റടിക്കാ കൊടുക്കണേ? അല്ല അത് വേറെ. അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. ഒന്നായിട്ട് വിറ്റില്ല. അപ്പൊ വാങ്ങാണെങ്കി നമുക്ക് അങ്ങനെ വാങ്ങാൻ ഏതായാലും പറ്റൂല.
ഇനി ഇവിടുന്ന് പിന്നെ തറവാട്ടിക്ക് പോകുമ്പോ ഒരു ഇടങ്ങേറുണ്ടാവൂലേ? ഇവിടെ വന്നപ്പോ ആദ്യം ഒരു ഇടങ്ങേറേനി. ഇഷ്ടല്ലേ? വന്നപ്പോ നിങ്ങള് കൊറേ കരഞ്ഞിക്കണില്ലേ? നമുക്ക് എന്താ അവിടെ പിന്നെ അവിടെ മനുഷ്യന്മാരോട് മുണ്ടും പറയും, ഇതാരോടെ മുണ്ടും അവിടെ ചേച്ചി അതെങ്കിൽ കയ്യിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ പോയി നോക്കി. പിന്നെ വിട്ടേര് പോലോട് മുണ്ടി പറയും. പിന്നെ റോട്ടിൽ കൂടെ ഇങ്ങനെ ആൾക്കാർ പോകും. മമാനെ ഇവിടെ ഇരുന്ന് കാണുമ്പോ കൊറേ ആൾക്കാര് കേറി വരും കേട്ടോ അങ്ങോട്ട്. മമാനെ ഇങ്ങനെ പടിപടിയൊക്കെ കാണുമ്പോളേ ഒരു പോക്കരാക്കാന്റെ ഷോട്ടാണ് എടുക്കണേ. ആ പോക്കരാക്കി ഇമ്മി ആയിട്ട് യാതൊരു ബന്ധമല്ല. അമ്മമ്മ നിങ്ങള് പറഞ്ഞോളി, പോക്കരാക്കി നിങ്ങളായിട്ട് യാതൊരു ബന്ധമില്ലാന്ന്. ഉമ്മമാക്ക് സംഭവം ഒന്നും അറിയില്ല കേട്ടോ. ഇത് എങ്ങനെ വരിക, ഏതാ വരിക ഒന്നും അറിയില്ല. ഉമ്മമ്മ ഇതിന്റെ ബേക്കിൽ നിൽക്കുന്ന ഒരാള് മാത്രാണ്. ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് വരുമ്പോ നമ്മള് നേരെ ഉണ്ടെങ്കിൽ കാട്ടി കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണല്ലേ എന്ന് മനസ്സിലാകുള്ളൂ. അല്ലാത്തൊരു ഐഡിയ ആക്കില്ല. പെണ്ണ് പിന്നെ ഓർമ്മിക്കും. മറന്നു വരും, ആ പെണ്ണ് പിന്നെ ഓർമ്മിക്കും. പറഞ്ഞോ അങ്ങനത്തെ വണ്ടി പല്ലി കൊണ്ടുവന്നിട്ട് സമന ഒരു പോക്കരാക്ക് ഇതോടെ കഴിഞ്ഞില്ലടി. കല്യാണം കെട്ടും ഇമ്മമാനെ ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങള് ഇമ്മമ്മ ഇടക്ക് ഞങ്ങൾ ആട്ടിയൊക്കെ ഉരുളുണ്ട്. എന്നാലും ഞങ്ങള് കേറി വരും. അങ്ങനെ പറ്റൂല, ഇങ്ങനെ പറ്റൂല പറഞ്ഞാൽ ആട്ടിയിടും. പ്രായായില്ലല്ലേ അമ്മമ്മ? നിങ്ങക്ക് ഓർമ്മ കുറവൊക്കെ ഉണ്ടല്ലേ ചെറുതായിട്ട്? ആ നിസ്കരിച്ചത് എപ്പോഴും നിങ്ങള് കിബില എവിടുക്കാ നിക്കല്? അറിയില്ല. ഈ ഗേറ്റിന്റെ മൂലക്കാണ് പറഞ്ഞത് ഓല് നിങ്ങളോട്. നിങ്ങൾ എങ്ങട്ടാ തിരിഞ്ഞിക്കല്? അത് ഇടക്കിടക്ക് മാക്ക ഓരോ മറവിയാണ്. നല്ല സോഡിയത്തിന്റെ നല്ല പ്രശ്നമുണ്ട്. അല്ലേ ഇമ്മമാന്റെ റൂമിന്ന് ഈ ഗേറ്റ് എവിടെ നിക്കണേ? അത് ഉമ്മാക്ക് നല്ലൊരു പ്രശ്നം. അമ്മമ്മ കിബിലെ നിക്കല് ഇവിടെ കറക്റ്റ് അറിയാത്തോണ്ടെന്ന് ഒരു ഫോണില് കൊറേ കാട്ടി കൊടുക്കണം. അമ്മായി വന്നൊന്നും കാട്ടി കൊടുക്കലാണ്. അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയാ. നല്ല വെയിലുണ്ടല്ലേ, മഴയൊന്നുമില്ല. പക്ഷെ നല്ല ഒന്നൊന്നര മഴ വരാനുള്ളൊരു മുന്നൊരുക്കാ തോന്നുന്നു. പിന്നെ മഴ വന്നാ പേടിയാണ്. ആകെ തൊപ്പറിയണ്ടല്ലോ. ധരിക്കുന്നതൊക്കെ കൊടഞ്ഞിട്ടാ നമുക്ക് പിന്നെയും ഇടാം. പിന്നെ കാണൂലേ, നമ്മള് നേരെ പോയി പിടിച്ചു. അത് പോയിക്കളാകലേ ഇറ്റ കൊല്ലാൻ കോട്ടരുമയൊക്കെ പോയിപ്പോയോ? ആ നിലത്തുകൂടെ ഒക്കെ ഉണ്ട്. ചവിട്ടിയാ എന്താ അറിയോ? കണ്ടു പൂളി നല്ല ഞാൻ കണ്ടടി. ആ മരം മൊത്തം പൊയ്ക്കളാ. ഞാൻ ഇറക്കി വിടണ്ട മാമ. ഇറക്കി വിട്ടാലേ ആയിട്ട് ആകെ കേറും. മേത്തക്ക് തെറിച്ചേ. നിങ്ങക്ക് ചെമ്മലൊന്നും ഇല്ലല്ലോ ഇവിടെ അടിച്ചു വരാൻ. ഈ പൊയ്ക്കള അടിച്ചു വരുന്ന പണിയാന്നു. അല്ല ആയിട്ട് ചാകൂല. ചൂല് മൊട്ടിക്കണേ. എത്രണ്ണാണ് ഈ വീഡിയോ? അല്ല ചെറിയ തോപ്പ് പോയാണെങ്കിൽ തിരക്കിടില്ല. നല്ല ഒന്നാം തരം വലിപ്പുണ്ട്. ചൈനക്കാരും ഇവലെ കണ്ടാലും ചൈനക്കാരാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഇതൊന്നും വേസ്റ്റ് ആക്കൂലേ. വിറ്റാ പൈസ കിട്ടും മാമ. എന്നു കണ്ടേ ഇന്നാള് ഇമ്മ അവിടെ ഇല്ലാത്തന്നേ ഞാൻ കൊട്ടിയില് കൈക്കടത്തുണ്ടി തപ്പിയതാ. ഞാൻ ഒരു കഷ്ണത്ത് രണ്ടാമത്തെ കഷ്ണം നോക്കാണ്. ഇപ്പളാണ് ഈ കച്ചിട്ട് മാന്തീനി. നേരെ നോക്കി പാമ്പുണ്ട് ചുരുണ്ട് കിടക്കണ്.
ഷെഫീഖേ വണ്ടി വാന്ന് പറഞ്ഞ ഷെഫീഖ് ഓളെ വിചാരം മറ്റേ അല്ല ഞാൻ അടിച്ചൊരു തോത്തിയൊക്കെ കൊയങ്ങിച്ച് ആർക്കാനൊന്നും ജീവല്ലാന്ന് അവിടെ പെരിയിലേ ഇമ്മ ഹോസ്പിറ്റലിലായെന്നേ. ഓള് ഷെഫീഖിനെ കുളിച്ചപ്പോ മുണ്ടൊക്കെ മടക്കി വടിയൊക്കെ തല്ലി കൊല്ലുന്നതിന് ഓളെ മൈൻഡത്തെ ഷെഫീഖ് തൂക്കി കുറച്ച് മിറ്റത്തേക്ക് വടിയുണ്ട് ഷെഫീഖിന്റെ വടിയുണ്ട് പാമ്പിനെ ഇറക്കി മുട്ടിക്കണോ കൊന്ന എന്റെ നേരക്ക കൊന്ന ചൂലായിട്ട് അടിച്ചു. ആദ്യമായിട്ടാണ് 25 കൊല്ലം ജനിച്ചിട്ട് അന്ന് ആദ്യമായിട്ട് ഗതിയുടെ പാമ്പല്ല കൊത്തൂലേ വേറെന്തേലും ആണെങ്കിൽ ഇത് പൊയ്ക്കോട്ടെ വിചാരിച്ച അന്ന് ഞാൻ കൊന്നു അവനാന്റെ നേർക്ക് അവനാ കൊല്ല കൊത്താനൊന്നും കാത്തിക്കണ്ടാന്ന് മറ്റോ പാമ്പിന് ഏറ്റവും വലിയ പേടിയാടി. ഞാൻ നോക്കിക്കും കൊറച്ച്. എന്നിട്ട് ഞാനേ അവിടെയൊക്കെ കണ്ടാല് റോട്ടിൽ ഇറങ്ങി പായല ആൾക്കാരെ വിളിച്ചാണ് തപ്പപ്പൂച്ചിനെ കൂട്ടിട്ടിക്കുക. ഇതൊന്നും ഒന്നുമല്ല കേട്ടോ. ഇതിപ്പോ അമ്മമ്മ കൂട്ടി വെച്ചാ കൊറച്ചുള്ളൂ. 3-4 കിട്ടിയതാണ് ഈ കണ്ണ കൂട്ടം. ഇനി ഒരു 5-6 കിട്ടുകയാണെങ്കിൽ ഒരു 10 ദിവസത്തിന് കൂട്ടാൻ വെക്കാല്ലായി. കണ്ട് ഞാൻ കണ്ട്. പൂച്ച തിന്നോ? പൂച്ചയായിട്ടുണ്ട്. അതാ പൂച്ച കേറുന്നു. അതിന്റെ വേത്തൊക്കെ കേറും പൂച്ചന്റെ. പൂച്ചയാക്കണ അതിന്റെ മുന്നിലുണ്ട്. അമ്മ അടിച്ചിടുന്തോറായിട്ട പായാണ് കേട്ടോ. നല്ല വണ്ണല്ലതല്ലേ. തേക്കുമ്മയൊക്കെ ഉണ്ട് ഉമ്മ. ആകണ്ടേ അതൊന്ന് കയ്യൂല. മരം ഫുള്ളാണ് ഈ മരം. ഇതെന്ത് മരാണ്? ആന്ന് കരിയേപ്പിന്റെ മതി. കരിയേപ്പിന്റെ അല്ലേ? കരിയേപ്പിന്റെ ഇലയാണ് കണ്ടാല് കേട്ടോ. നിങ്ങൾ പറിച്ചു നോക്കിയോ ഇമ്മമ്മ? കരിയേപ്പിന്റെ തൈ മരാകും. മരണ്ട് കരിയേപ്പിന്റെ. കരിയേപ്പിന്റെ തയ്യാ. അതിന്റെ ഇല നോക്കിയാജ് ഉണ്ടോ? അതാവുമ്പോന്നല്ല, അത് വേറതാ. അങ്ങനെ താരതമ്യം ചെയ്യരുത് മാമ. അമ്മന്ന് പറിച്ചണം അല്ലേ? കരിയേപ്പിന്റെ ഇല കണ്ടിട്ട്. അല്ലാതെ ഇങ്ങനത്തെ ഒരു മരം ഞാൻ കണ്ടിട്ടില്ല. എന്താ സമന പോകില്ലെന്നാ? എടി ഇവിടെ തോട്ടിണ്ടെങ്കിൽ ഇല്ലയൊന്ന് വെറുതെ നമുക്ക് കരിയേപ്പിന്റെ ഇലയാണോ കരിയേപ്പിന്റെ മരാണോ ഇതില് നമുക്ക് നോക്കാം. ഇവിടെ തോട്ടി എടാ കരിയേപ്പിന്റെ ഇല പറിച്ചാ മരാകുവേ ഇല്ലേ? മരം ആണോ? തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തതാ? നോക്കാൻ വന്നിട്ട് നോക്കാൻ വന്നു ഷെഫീഖുണ്ടായിന്. അന്ന് അതിന്റെ മോള് കേറിയാണ്ട് കമ്പിമ്മ കൂടെ കേറിയാണ്ട് ഒരു ഇല കിട്ടാൻ വേണ്ടിട്ട് ഏന്തിച്ചൊക്കെ എടുത്താണ്ട് തിന്നു നോക്കി. അല്ലല്ലേ തിന്നറിയോ? ചോയച്ചറിയില്ലേ? നല്ല മണം ഉണ്ടാകും. മണം ചോയ ഒന്നുമില്ല. കരിയേപ്പിന്റെ ഒരു ചോയ മൂത്ത് കുറഞ്ഞ മരാണാവോ? ഇത് മുത്തശ്ശനാണാവോ? എന്തായാലും നല്ല മരാണ്. വിക്കുജ് ആണെങ്കി എവിടെ പച്ചക്കറി കടയിൽ കൊടുത്താ മതില്ലേ? കഴിഞ്ഞ വീഡിയോയിലും ഈ ഷാൾ തന്നെയാണ്. ഇത്ര രസമല്ലേ ഇനിയാണ്? എന്നാ തരൂല ഇനിയില്ലേ? അതിന്റെ ചോട്ടിന്ന് മാറി നോണ്ടാ കണ്ടിട്ട് എവിടക്കോ ചൊറിയണത്. ഇത് കരിയേപ്പിന്റെ ഇലയാണ്. ഇത് ചൊറിയും. അതിന്റെ തൊപ്പട്ടിയാ. കുപ്പായത്തിന്റെ ഉള്ളിൽ 5 മിനിറ്റ് ഇത് എത്ര കുപ്പായത്തിനുള്ളിൽ കരിയേപ്പിന്റെ ഇലയാണെന്ന്
അല്ല ഞങ്ങള് കണ്ടിട്ട് കരിയേപ്പിന്റെ ഇലയാണ് പക്ഷെ അനു ടെസ്റ്റ് ചെയ്തോലോ. അനു ടെസ്റ്റ് ചെയ്തിക്കണെന്ന് പക്ഷെ കരിയേപ്പിന്റെ ഇല എല്ലാം നോൻ പറയുന്നത് കണ്ട കരിയേപ്പിന്റെ ഇല തന്നെ. ആ തൈ അവിടെ ഉണ്ടാവും മരേ. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ മൈലാഞ്ചി. മൈലാഞ്ചി അല്ല, മൈലാഞ്ചി അല്ല. കരിവേപ്പല്ല മൈലാഞ്ചി അല്ല. കരിവേപ്പല്ല, വേറെന്തോ ആണ്. ഇങ്ങോട്ട് പോരാ മരത്തിന്റെ തോടുന്നു അപ്പൊ പൊയ്ക്കളാണ്. തേക്കും മമ്മ ചൂലേറ്റ് ഒന്ന് കൊടുക്കും മമ്മ, അവനൊരു അടിന്റെ കുറവുണ്ട്. പാണ്ടപ്പന് നിങ്ങളെ പാണ്ടപ്പനെ മരത്തുമ്മ കേറിയ തപ്പ പോയി അടിച്ചൂലേനെ നോക്കിക്കോ തീയേറ്റ്. ഓനോ അന്റെ കുട്ടിക്ക് മൂടൊക്കെ അല്ലേ ഒക്കെ അന്റെ ചാടവൻ കത്തിച്ചൂല്ലേ എല്ലാരും? എല്ലാരും കത്തിച്ചു തിജതിച്ചാണ് ഇടക്ക് കത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അടുപ്പത്ത് നിർത്തുന്ന കൊടുക്കാ മയ്യേ. അതാണ് നേരത്തെ ചോദിച്ചീനെ അവിടെ കത്തിച്ചത് അതൊക്കെ ഇത് എവിടെ കത്തിച്ച്? ഈ കാടോ? ഉമ്മ തെങ്ങൊന്നായിട്ട് കത്തും. കൊതുക് എന്താ കൊതുക് അറിയോ? അത് എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ. റബ്ബർ കുരു ചാടണ ഞമ്മള് പണ്ടില്ലേ റബ്ബർ കുരു ഇങ്ങനെ പൊറക്കാനിറങ്ങും. എന്റെ അപ്പി പിന്നെ പാപ്പൊക്കെ കുരു പൊറിച്ചിട്ട് ചുങ്കത്ര കൊണ്ടുപോയി വിൽക്കാൻ. ആണല്ലേ? കുരു അവിടെ കൊറേ റബ്ബർ ഉണ്ടല്ലോ. ഇപ്പൊ ഒന്നും എടുക്കൂലേ റബ്ബർ കുരു? ആര് കണ്ടു? കഴിഞ്ഞ കൊല്ലത്തെ ആരോ ചോദിച്ചിന് റബ്ബർ കുരു 100 റുപ്യന്റെ പൊറുക്കുന്നുണ്ടോ? ആണോ? ഇജ്ജ് പൊറുക്കിക്ക, ഞാൻ പൊറുക്കണില്ല. നിങ്ങളോ? പറഞ്ഞോട് റബ്ബർ കുരു ഇപ്പൊ പൊറുക്കി കൊടുക്കൂലേ? ഇപ്പൊ ആർക്കായിരുന്നു ഇപ്പൊ എല്ലാരും കജ്ജിലും കണ്ട ഫോണല്ലേ. അതേതാ പുയു? അപ്പൊ വിടാം, വണ്ടി വരട്ടെ, കുട്ടികള് വരാനായി. ഇനി കുട്ടികളിന്റെ അവിടെ കണ്ടിട്ടില്ലെങ്കിലേ ഇപ്പൊ വരും ഇങ്ങോട്ട്, അതാ കുഴപ്പം. സൈക്കിൾ ഉണ്ടല്ലേ? അതും അതിന്റെ അപ്പുറത്ത് എത്തോന്. സൈക്കിളെന്നാക്കിയോ? ഇല്ല, അത് പീപ്പിൾസ്ക്ക് അല്ല അന്റെ അടുത്ത് വന്നിക്കണ്. എന്തിന്? എന്നിട്ട് ഉമ്മാനോട് പറയണ്ടോ എന്ന് പറഞ്ഞു അമ്മനെ കാണാൻ പോന്നാന്ന് പറഞ്ഞു. അവിടെ പെരിയിലുണ്ടോ? ആദുവിന്റെ സൈക്കിളാ? അത് വേണമെങ്കിൽ ഓള് വന്നിറക്കിയപ്പോ കൊറച്ചേരം അത് നിന്നപ്പോ ഓട്ടിയതേക്കാരം, അല്ലാതെ വരൂല. ഫിദാന്റെ സൈക്കിളേക്കാ. ഫിദാന്റെ ചെറുതാ? അപ്പൊ എത്താത്ത സ്ഥലല്ല. ഓർ ഇതുകൊണ്ട് സൈക്കിൾ ഓട്ടി നടക്കൂന്. ഇതില് ബസ്സൊക്കെ പോലില്ലേ, കാണലുണ്ടോ? അല്ല ബസ് ഉണ്ട് എപ്പോഴേലും. ഒരു ബസ്സില്ല? ഇന്നലെ ഒരു ബസ്, ഇന്നലെ വിഞ്ഞാന്നത്തെ ബസ് പോകുന്നുണ്ട്. ഇതിലെ പോവില്ല. ഇവിടെ എവിടെ ഒരു ബസ് പണ്ട് പോയിനി, പക്ഷെ ഇതിനങ്ങട്ടില്ല. പണ്ടുണ്ടേ ആണോ? പോണ്ട്. ഇപ്പൊ ആ കടവിന്റെ അവിടെ വേറെ അവിടെ ഒരു കുട്ടി ബസ് ഉണ്ട്. അവിടുന്ന് മുതല് ചുണ്ണമണ്ണ അമ്മായിന്റെ തക്കോടും എല്ലാരും മാറിക്കാനല്ലോ എല്ലാരും ഇങ്ങനെ മാറി മാതും. പിന്നെ അതിന്റെ അതതിന് എന്റെ മക അമർത്തുകയാണ് അതിനെ പിടിച്ചേ. എന്റെ മന്റെ കാട്ടിന്റെ ഉവാവും, ഒരു കുട്ടിയല്ലേ, എന്നെ കൈ അളയത് കുട്ടി. അമ്മായിന്റെ കുഞ്ഞു കുട്ടിയാണിത്. അതിന് കാട്ടണ്ട, കൈ അളയ കുട്ടിയാണ്. അമ്മായിന്റെ അടുത്ത് എനിക്ക് അടിയിട്ടു കാട്ടണ്ട കുട്ടിയാണ് 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 കാട്ടുന്നത്.
കുറ്റിയേനി കുറ്റിയേനി മുണ്ടണ്ട തന്നെ അമ്മായിനോട് മുണ്ടണ്ട. അമ്മായിക്ക് ചെറിയ കുട്ടികളൊന്നും ഇല്ലായിട്ട് അമ്മായി നോക്കി നടക്കട്ടെ. പൂച്ചാള് കൊണ്ടേക്കോളി പാലെടുത്തളി കൊണ്ടേ അവിടെയാണ് കജി. അമ്മായി അറിയ നേരം പോക്കിന് ചെയ്താലും മാണ്ടി അറിഞ്ഞിട്ട് വളർത്തുക അല്ലേ. ഒരു കമന്റ് അറിയുന്നുണ്ട്, ആ 2 സാധനത്തിന് ആ പെരീന്ന് ഒഴിവാക്കണം. കുറച്ചനെ ഞാൻ ആലോചിച്ച് നോക്കാണ് ചില ആൾക്കാരൊക്കെ മനസ്സ് എത്രത്തോളം അതപ്പതിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആലോചിച്ചു. നമ്മളെപ്പോലെ ഒരു ജീവല്ല ജന്തുക്കളല്ലേ ഈറ്റുങ്ങളും. ഇനി അവര് പഠിച്ച എന്തെല്ലാം ജീവികളെ സൃഷ്ടിച്ചിരിക്കണം അല്ലേ. എല്ലാവർക്കും ജീവിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഏറ്റവും ഇഷ്ടം പൂച്ചനോടല്ലേ? നിങ്ങൾ തമ്മിൽ പ്രത്യേക എന്തോ ഒരു അടുപ്പുണ്ട് തോന്നുന്നു. പക്ഷെ പൂച്ചകളോടാണ് നിങ്ങൾക്ക് ഏറ്റവും ഒരു ഇഷ്ടം. നമുക്കിപ്പോ വളർത്താൻ നല്ല അത് നമ്മള് കുടുംബമൊക്കെ അങ്ങനെ മിണ്ടാപ്രാണികളെ വളർത്തണ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അമ്മായിക്ക് പറഞ്ഞാൽ അനുമോട്ടം വലുതായി, പിന്നെ അമ്മമ്മയാണ് കുട്ടികളൊക്കെ. പ്രാണികളെ നമ്മള് വളർത്തിയാല് അനുഭവ ഞാൻ പറയുന്നത്, നമ്മൾ കുടുങ്ങിന്ന് എന്തിലേലും തോന്നിയാല് അതിന് നമ്മള് കഴിച്ചിലാവും. സത്യാണ്. കാരണം ഈ പൂച്ചകള് എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് തിന്നാൻ കൊടുക്കുമ്പോ ഈറ്റുങ്ങളെ ഈറ്റുകള് നമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതില് ഇങ്ങനെ വരികോള് കളഞ്ഞതില്ലേ. അനക്കാവൊന്നും പറ്റൂല വെച്ചാല് ഇത് ആ കമന്റിന് പറയുന്ന ആൾക്കാരൊക്കെ സത്യമായിട്ടും സത്യാണ്. ഞാൻ പണ്ട് പറഞ്ഞില്ലേ നമ്മളാ പൂച്ചനെ വളർത്തിയില്ല, എന്നിട്ട് ഞാൻ എന്നിട്ട് അലർജി ആയി തുമ്മിയിട്ട് കൊടുത്തല്ലേ പറ്റൂല. പണ്ടടി ഒരു പോത്തുണ്ടായിനി പറഞ്ഞില്ലേ, ആ പോത്ത് ഇവരൊക്കെ പറഞ്ഞ ഇവര് വിശ്വസിച്ചൂല. എന്ത് ആരും വിശ്വസിച്ചണ്ട, റബ്ബുണ്ട് എനിക്ക് മാത്രം കണ്ടാ പോത്ത് ഇന്നെ കുത്താൻ വന്നപ്പോ ആ പൂച്ച ആ പോത്തിന്റെ നേരെ പാഞ്ഞു വന്നുങ്ങാണ്ട് എന്തൊക്കെ രക്ഷപ്പാടുണ്ടാക്കി. പിന്നെ അതിനെ കുത്തിയിട്ടില്ല. എന്നിട്ട് ഇവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇവര് ആർക്കും വിശ്വാസമില്ലാതെ അതുവരെ ആ പോത്ത് അത് വെറും കുത്തല പോത്തേനില്ലേ. ഇന്നെ തന്നെ പറ്റൂല ഇനിയല്ലോ, ഇന്നെ കാട്ടി കുത്തല്ലേനോ. വലുതാകുമ്പോ പിന്നെ ആരും പറ്റാതായി. പിന്നെ ഇഞ്ഞ മാത്രം മതിന്. അത് പിന്നെ കുത്തില്ലണ്ണീ കുട്ടനല്ലേ കുട്ടോ. രാവിലെ ഞാന് കുളിപ്പിച്ചു ഒരേപത്തിന് രാത്രി തന്നെ അതിനെ കുളിപ്പിച്ച് ശീലാക്കി. നമ്മക്ക് ഒരാറ്റു പറ്റിയ ഒരു പോത്തുണ്ടാവുമ്പോ നമ്മളെ അതിനെ എത്രത്തോളം സ്നേഹിച്ചിന് അത്രത്തോളം നമുക്ക് അതിന്റെ എത്തുന്ന പോരാൻ തോന്നൂല. അപ്പൊ അതിനെ കുളിപ്പിച്ച് അതിന്റെ മേത്ത് ഈ വേപ്പെണ്ണയൊക്കെ തേച്ച് കൊടുത്ത് പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് എന്താ കൊടുക്കണ അറിയാവോ? പുണ്ണാക്ക് വേവിച്ചതും പുളിങ്കുരു വേവിച്ചതും. പുളിങ്കുരു അതിന്റെ പൊടി കിട്ടും വാങ്ങാൻ. പിന്നെ ഗോതമ്പ് പൊടി കലക്കിയിട്ട് അത് വേവിച്ചിട്ടൊക്കെ കൊടുത്ത എല്ലാം തടി വെക്കും പോത്തുകള്. അങ്ങനെ വളർത്തിണ്ടാക്കി. അപ്പൊ നമ്മളതിന് തിന്നാൻ കൊടുക്കുമ്പോ അതിനനുസരിച്ചുള്ള സ്നേഹം അതിന് നമ്മളോടുണ്ട്. എന്നിട്ട് അങ്ങനെ അതിന് ഞാന് വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുളിപ്പിച്ചങ്ങാണ്ട് ഈ റബ്ബർമന്ന് അപ്പുറത്തെ റബ്ബർമക്ക് വെള്ളമില്ലേ താഴത്ത്. അപ്പൊ വെള്ളം ചോരോളം അപ്പുറത്തെ റബ്ബർമക്ക് കെട്ടാൻ വേണ്ടി കൊണ്ടുപോയി അതിമ്മ കെട്ടിയിട്ട് പിന്നെ ഈ നനഞ്ഞ മാക്സി മാറ്റിയിട്ട് അതിന്റെ അടുത്തേക്ക് പോയതാണേ. എന്തോ വെള്ളം കെട്ടാൻ എന്തിനാ പോയതാ. ഇതിന്റെ നേരം വന്നു ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒഴിഞ്ഞു മാറി. കുട്ടാ അത് ഞാനാണെന്നങ്ങനെ പറയണ്ടു. ഇതിനെങ്ങനെ അതിന്റെ മനസ്സ് കയറുന്നില്ല. ആരൊക്കെയാ ആട്ടിക്കണേ? പണിക്കാരൊക്കെ അത് കെട്ടഴിഞ്ഞ് വണ്ടിയാണ്. അല്ലാതെ ഞാനല്ല. എന്നാലും ഞാൻ പിന്നാലെ പോയി കുട്ടാ അവിടെ നിക്ക് ഞാനാണ് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ കുറച്ചെല്ലാം കേൾക്കുള്ളൂ. അവലൊന്നും ഇഷ്ടല്ലേ. എന്നിട്ട് ഞാന് പിന്നെ ഇങ്ങനെ കലിപ്പളക അതിങ്ങോട്ടോ. അതിൽ ഈ പൂച്ചക്കുട്ടി നമ്മളെ ശുണ്ടുമോള്, ആ പൂച്ചന്റെ പേര് ശുണ്ടുമോള് എന്നാ. അതുകൊണ്ട് പാഞ്ഞെടുപ്പത്ത് എന്തൊക്കെ മുന്നിൽ നിന്നിട്ട് ഇത് പറഞ്ഞത് ചൊറച്ചിട്ട് ഈ പൂത്തിന്റെ മുന്നിൽ നിന്ന് കണ്ട് എന്തൊക്കെയോ ഒരു ഒച്ചപ്പാടുണ്ടാക്കി. പിന്നെ ആ പൂത്തിന്നെ കുത്താനാട്ടേ ഇന്നോട് ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അത് പിന്നെ ആ പൂത്തിന് ഇന്നോട് സ്നേഹമാണ്. ഈ പൂച്ചകളെ എന്താ ഭാഷ, മൃഗങ്ങള് തമ്മിലുള്ള ഭാഷ അറിയിക്കാരോ. ഇപ്പൊ അങ്ങനെ ഇവിടെ ആ ചങ്ങാങ്കോയി എന്തോ ഒരു സ്നേഹാണ് അതിനെപ്പ ഞാൻ പുട്ടാലോ ഞാൻ അതിനെ ചെന്ന് പുട്ടാലോ ഇതാക്കണ ഇപ്പൊ ഈ വരെ കറുപ്പ അതിറ്റൊക്കെ എന്തോ ഒരു സ്നേഹാണ് എന്നോട്. അങ്ങനെ നോക്കിട്ടേ അങ്ങനെ നോക്കിയാ അങ്ങോട്ടും കിട്ടും. ഓലെയാണ് പറഞ്ഞത്. ഓൽക്ക് പറഞ്ഞു
അതിനെ ഓൾക്ക് നിങ്ങളെ നോക്കിയിട്ട് കാര്യമില്ലാണ്. ആ അതിനാണ് പോത്തിന്റെ കഥ പറഞ്ഞു തരിക. സത്യം അതൊക്കെ ഭയങ്കര സ്നേഹം കേട്ടോ. ഈ മനുഷ്യന്മാരോ എല്ലാ ജന്തുക്കൾക്കും കാണുന്ന ഏതോ ആൾക്കാരെന്താ അറിയോ, പിന്നീണ്ടല്ലോ ഈ കുരുട്ടും കുഴിന്തും അസൂയും പോരും അവനാന്റെ കാര്യം കയ്യോളെ നമ്മളോട് പല്ലാട്ട് തരും. ഓലടെ തിരിഞ്ഞാണ്ടല്ലോ നമ്മളെ കുറ്റം പറയും. 90% അതും നമ്മളെ അത്രയും ഇങ്ങനല്ലോ. അതെ ഇത്ര ഒരു പാത്രത്തിൽ നിന്ന് തിന്നോരും അതെ. അത് നമ്മളെന്നെ ജീവിതത്തിൽ നിന്ന് പഠിച്ചായിരിക്കും. നമ്മളെ കാണുമ്പോ ഹാടി എങ്ങനെ ഞാൻ ഇന്നത്തെ അറിയോ നേരെ ഞാൻ ഒരാളെ ജീവിതത്തിൽ ഞാൻ കയറി ഇടപെടലില്ല. ഞാൻ എന്തും ആയിക്കോട്ടെ ഒരാളെ. പക്ഷെ ബാക്കിയുള്ളവർക്ക് കയ്യിലാറ് കൂട്ടി നമ്മളെ കാറ്റി കയറി ഇടപെടാന് ഓർക്ക് ആലോചിച്ചാൽ മതി. നമ്മളെ ഓലിയിൽ ഇടപെടണ്ട ആരും ചിന്തിച്ചില്ല. ഇല്ലല്ലോ, എല്ലാരും അങ്ങനെയാണെന്നല്ലോ. 100 എത്ര പറയാ നല്ല പറയുന്നത് ഞാനുണ്ടല്ലോ. ആരെന്ത് പറഞ്ഞാലും ഒക്കെ പറിച്ചോരെ ഇട്ട് കൊടുക്കും. നമ്മൾ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. പരിഹസിച്ച് പറഞ്ഞാല് നമ്മളെ കജ്ജിൽ ഒന്നുമില്ല, 5 പൈസ എടുക്കാനില്ല. ഞാനും കുട്ടികളൊക്കെ എങ്ങനെ കജ്ജാന്ന് കരുതിയാണ്. ഇവരെ ചെറുപ്പത്തിലൊക്കെ ഇന്നിപ്പോ ഇതില്ലെങ്കിൽ അവസ്ഥ എന്താണ് അല്ലേ? പണി ഉണ്ടാവും. ഓല് പെട്രോൾ പമ്പില് അവിടെ ഇവിടെ മൈജി കൊറേ നിക്കാൻ പോയി. ഓയ് പോണ്ടേ? പോവാ. അമ്മായിന്റെ കഥ കേട്ടാ. അമ്മായി ഞങ്ങക്ക് പണ്ടത്തെ ഒരു പാട്ടറിയോ? എഴുതപ്പെട്ട ഇങ്ങള് ചെന്ന് പഠിച്ചെന്നാണ്. അമ്മായി പണ്ട് ഗൾഫിൽ നിന്ന് വന്നൊരു, ഞാൻ പാട്ട് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. അമ്മായിന്റെ നാവുമെന്ന് ഞാൻ കേക്കണേ. ഞാൻ കുറച്ച് പാടിത്തരട്ടെ? നിക്ക് ഞാൻ പാടിത്തരാം. അതെ പറഞ്ഞോ. കാരണം ഈ പാട്ട് ഉണ്ടോന്ന് വെച്ചറിയില്ല. അമ്മായിന്റെ അടുത്ത് കിട്ടിയാണ്, അതുകൊണ്ടാ പറയുന്നത്. എഴുതപ്പെട്ട ഇതിഹാസങ്ങളെല്ലാം പെണ്ണിന് പറ്റി, അത് വരച്ചു തീർത്തൊരു പാവം പുരുഷന് എവിടെയോ ലേശം തെറ്റി. പെണ്ണിൻ കണ്ണീരാണീ ഭൂമിയിൽ കടലായി മാറിയതെങ്കിൽ ആണിന്റെ ദുഃഖം അഗ്നിപർവ്വതാലാവായി തീർന്ന മണ്ണിൽ. പെണ്ണിന് ദുഃഖം കാണാൻ കേൾക്കാൻ 1000 കണ്ണും ചെല്ലും. ഈ പുരുഷന്റെ ദുഃഖം കാണാൻ ഭൂമിയിൽ ഏത് പെണ്ണിന് കഴിയും? അന്നമ്മ പഠിപ്പിച്ചു കൊടുത്താണോ എത്രോ ചെറുപ്പത്തിൽ പറഞ്ഞറിയോ? പക്ഷേ പഠിപ്പിച്ചൊന്നില്ല. അമ്മ ഇങ്ങനെ പാടും. അപ്പൊ ഞാൻ പണ്ടേയുള്ള സ്വഭാവം ഇല്ല, ഇങ്ങനെ എഴുതി വെക്ക ബുക്കില്. ആ എഴുതി ഞാൻ വെറുതെ ഇങ്ങനെ വായിച്ചു. പ്രേമത്തിന്റെ ഇടയിൽ എനിക്ക് ഇതിനൊക്കെ ടൈം കിട്ടിയോ? അതിന്റെ ചെറുപ്പത്തില് പണ്ട് ചെറുപ്പത്തില് പാട്ട് എന്താ ഓള് പാടിയപ്പോ എന്തെങ്കിലും തോന്നിയേ? എനിക്ക് അങ്ങനെ ഓർമ്മ പണ്ടത്തെ എന്തൊക്കെയായിരുന്നു. പക്ഷെ അന്ന് പഠിച്ചു ഇപ്പളാ പറഞ്ഞു. ഒന്നും പറ്റൂലടാ. ആണോ? തൊപ്പല്ലോണ്ട് ചെലപ്പേ ഓലെങ്ങനെ ഊണാലോ. മോണ്ട നിരീക്ഷിക്കട്ടെ. സിഫ്നാന്റെ കണ്ണുമായി മോണ്ടോ. അല്ലാ ഇതിനെന്തത് ഇങ്ങനെ അല്ലേ? ഫാസൽ ഫാമിലിന്റെ വ്ളോഗിൽ നല്ല പക്കതല്ല സംസാരോ അന്നെ. ചില്ലറ വീരാന്തോന്നല്ല. അങ്ങനെയൊക്കെയാണ്. പോവാ ഞങ്ങളിനി 3:45. എന്റെ മകന്റെ സ്കൂളിൽ പോയി. പൊട്ടക്കിണർ പൂച്ചേ എന്താ അല്ല കല്ലിട്ട് അങ്ങോട്ടല്ലേ അങ്ങനെ പോകും. ഈ കുട്ടികളെ കൊണ്ട് കാര്യമില്ല, കുട്ടികളുണ്ടാവില്ല. ഇതേതാ ഫോണ് പറഞ്ഞ? ഇമ്മമാന്റെ ഫോണ് കട്ടെടുത്തടക്കണ മോട്ടനാ. കൊറേ നേരം ഇമ്മമ്മ പറയണേ ഇമ്മമാന്റെ ഫോണ് കാണാല്ലാന്ന്. അല്ല അയിന്നാ ആ ട്യൂണ് കുറച്ച് പക്കത ഫോണിന്റെ ട്യൂണ് പോയോ? നമ്മള് പണ്ടത്തെ ഫോണൊക്കെ ഐഫോണാണെങ്കിൽ പാരുമല്ല നോക്കണില്ലല്ലോ. ഐഫോണല്ലേ അപ്പൊ വെറൈറ്റി കൊടുത്ത
ഉമ്മമാരെ ഫോണ് കാണാനില്ലായിരുന്നു ഞാൻ വിചാരിച്ചു മോട്ടർ എടുത്തു. അപ്പൊ ഞങ്ങൾ ഏതായാലും പോട്ടെട്ടോ, കൊറേ നേരമായി പോകാൻ ഷെഫിനെ കുറച്ച് മീഷോത്തെ സാധനങ്ങൾ വാങ്ങി. ലിങ്ക് കമന്റ് ഇതിന്റെ അടിയിലെല്ലാം ഷോർട്ട് ഞാൻ ഇന്നത്തന്നെ തോന്നി കുറച്ച് ഇതേന്നു ആ വിരിച്ചൊക്കെ കാട്ടി കൊടുക്കണേ. ആ അതവിടുന്ന് കാട്ടി. ആ എന്നാ അതെ നടക്കുന്നു. അതേപോലെ ആ ടോർച്ച് എത്തും കറണ്ട് പോയാല്. ബെഡ്ഷീറ്റും ഇതേപോലത്തെ ഹെഡ്സെറ്റും വാണ്ടിയോല്. ഓളെ ഷോട്ട് 2 കൊല്ലം കഴിഞ്ഞാ വരും. ആ 2 കൊല്ലത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ലിങ്ക് വെച്ചോളി. ഇടുക്കലെ കണ്ണന്റെ ചില നാളെ ഇടുന്നല്ലോ, ഒരിക്കലും ഇല്ല. 2 ആഴ്ച കഴിഞ്ഞോ അതും ഇല്ല. ഐ തളരരുത്. അരിപ്പിണ്ടോ? നിങ്ങള് കാണുന്ന സിഫ്നല്ല സിഫ്ന. കൊമ്പുണ്ട്, ഒരു വാലുണ്ട്. അത് അയ്യാ നടക്കുന്ന ജനപ്പ സത്യങ്ങളൊക്കെ വിളിച്ചേർന്ന അല്ലാതെ പോള കൂട്ടാൻ പോകല്ല. പോണില്ല ഇവിടുന്ന് വീഡിയോ എടുക്കട്ടേന്ന്. ഒന്നുമില്ല. ആ